VC-മാർ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ട്വീറ്റ് ചെയ്ത ആളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു തന്നെ പോകണമല്ലോ. അത് മുഖ്യമന്ത്രിയായ നമ്മുടെ VD സതീശനാണ്. അപ്പോഴാണ് BJP-യുടെ നേതാവ് ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം മാപ്പ് പറഞ്ഞാൽ ആദ്യം താങ്കളാണ് മാപ്പ് പറയേണ്ടി വരുന്നത്. 20 വർഷം മുമ്പ് മലക്കൽപ്പടി സ്കൂളിൽ പോയി, അതും ഗുരുജി ഗോൾവാൾക്കരുടെ ജന്മ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കവേ ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിനു മുന്നിൽ, നിലവിളക്കിന് മുന്നിൽ പോയി കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത അതേ VD സതീശനാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായപ്പോ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാർ മാപ്പ് പറയണം എന്ന് പറയുന്നത്. ഈ VC-മാരെ തിരിച്ചു ചോദിച്ചാലോ? അപ്പോൾ അങ്ങ് 2006 മനക്കപ്പടി സ്കൂളിൽ പോയി ഈ ഗുരുജി ഗോൾവാൾക്കറുടെ മുന്നിൽ, അതും അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ പരിപാടിയിൽ പങ്കെടുക്കവേ അങ്ങ് നിലവിളക്ക് കൊളുത്തിയത് എന്തിനാണ്? അന്ന് ഭാരതാംബ അടക്കം ഉണ്ടവിടെ. ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിലാണ് നിലവിളക്ക് കൊളുത്തുന്നത് 2006. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഇനി മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞിട്ടാണോ VC-മാരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നതാണ്? പക്ഷെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇന്നേ വരെ ഒരു മാപ്പും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആദ്യം പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞതിന് ശേഷം VC-മാർ മാപ്പ് പറഞ്ഞാൽ പോരെ എന്നുള്ള സ്വാഭാവികമായ ഒരു വിമർശനം ഉയർന്നേക്കും. ചില സാഹചര്യങ്ങളിൽ ഭരണവും സമരവും വേണ്ടിവരും, പ്രതിഷേധം വേണ്ടിവരും, തർക്കത്തിനില്ല എന്ന് പറയുന്നത് കീഴടങ്ങലാണ്. VD സതീശൻ സർക്കാർ അധികാരമേറ്റ് 26-27 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് സർവകലാശാലകളിൽ നടന്നത് നമ്മുടെ കൺമുന്നിലൂടെയാണ്. MG സർവകലാശാലയുടെ താൽക്കാലിക VC-ആയി D മാവൂത്ത് എന്ന് പറഞ്ഞ കറകളഞ്ഞ സംഘപരിവാറുകാരനെ താൽക്കാലിക VC-ആയി നിയമിച്ചത്. അതിനുശേഷം അദ്ദേഹം അധികാരത്തിലെത്തിയ ഉടനെ എന്താ ചെയ്തത്? 19 ജെ പ്രമീള ദേവി, ദേശീയ കൗൺസിൽ അംഗമാണ് BJP-യുടെ, ജെ പ്രമീള ദേവി അടക്കം 19 പേരെ സെനറ്റിലേക്ക് നിർദ്ദേശിച്ചത്. നോക്കൂ, ഇന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സെനറ്റിലെ 19 പേര് ഈ VC നിർദ്ദേശിച്ച BJP ക്യാമ്പിൽ നിന്നുള്ളവരാണ്. എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു മറുപടി. കാര്യമായി ഞങ്ങൾ പ്രതികരിക്കാനില്ല, തർക്കത്തിനോ ഏറ്റുമുട്ടലിനോ ഇല്ല എന്നുള്ളതാണ്. രാജ്യം മുഴുവൻ ബീഫിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബീഫ് ഫെസ്റ്റിവൽ ഒരു ഭാഗത്ത് സംഘടിപ്പിക്കുന്ന സമയത്ത്, അഖ്ലാഖിനെ പോലുള്ളവരെ തല്ലിക്കൊല്ലുന്ന സമയത്ത്, ദളിത് വ്യാപാരികളും മുസ്ലിം വ്യാപാരികളും കന്നുകാലി കച്ചവടവുമായി നടക്കുന്ന മനുഷ്യരെയും ഒരു ഭരണകൂടം വേട്ടയാടുന്ന സമയത്ത് പത്രത്തിൽ എഴുതുകയാണ് ബീഫ് അപകടകരം എന്നെഴുതിയിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. ശിവഗിരി മഠം എന്തുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു ടോപ്പ് ബ്യൂറോക്രാറ്റ് ആണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. വന്ന് അദ്ദേഹം ചെയ്തെന്താണെന്നറിയാമോ? സർവകലാശാലകളുടെ സ്വയംഭരണാധികാരത്തെ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു പോളിസിയൊക്കെ നടപ്പിലാക്കി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും അറിയാതെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും VC-യും രജിസ്ട്രാർമാരും കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. നൽകിയ വിശദീകരണമോ ബഡ്ജറ്റിലേക്കുള്ള കണക്ക് ലഭിക്കാനാണെന്ന്. സർ, ഈ മെഷീനറി ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? സർവകലാശാലകൾക്ക് ആവശ്യമായ കണക്ക് അവിടുത്തെ ഫിനാൻസ് വകുപ്പിന്റെ ചുമതലയുള്ള രജിസ്ട്രാർ നേരെ രജിസ്ട്രാർ വഴി ധനകാര്യ വകുപ്പിലേക്ക് അയക്കുകയല്ലേ ചെയ്യുക? ഇതാണ് തുടങ്ങി വെച്ചത് VD സതീശൻ സർക്കാരിന്റെ കാലത്ത്. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? എവിടെ പോയി? B അശോകനെ നിയമിച്ചതാരാ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന്. D മാവൂത്തിന്റെ നിയമനത്തിൽ ശബ്ദിക്കാതിരുന്നതാരാ? മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. ഇതാ ഇപ്പോ 3 സർവകലാശാല VC-മാർ നേരിട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു. ഉദയ കൺവെൻഷനിൽ നടന്ന പരിപാടി എന്താ? സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിൽ മോഹൻ ഭഗവതിന്റെ പ്രസംഗം കേട്ട് മുൻനിരയിൽ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതുവരെയും മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പട്ടിക നൽകാൻ തയ്യാറാകാതിരുന്നത്? മനസ്സിലാക്കാം, ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള തുടക്ക ദിവസങ്ങളിലെ തിരക്ക് എന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഈ നിയമനം മുഖ്യമന്ത്രി അറിയുമല്ലോ. ഈ നിയമനം അറിഞ്ഞ ശേഷം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അതൃപ്തി ഗവർണറെ അറിയിക്കാതിരുന്നത്? അപ്പോൾ ഇവിടെ നിശബ്ദമായിരുന്നു, ഇവിടെ നിശബ്ദത പാലിച്ചു, ഇവിടെ ബോധപൂർവം നിശബ്ദത പാലിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമാകും എന്ന് ഭയന്നുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകി എന്നതാണ്. എന്താണോ സംഘപരിവാർ, എന്താണോ BJP, എന്താണോ ഹിന്ദു തീവ്ര സംഘടനകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനനുസരിച്ച് കേരളത്തിൽ ഇരുന്നു കൊണ്ട് അഭിപ്രായം പരസ്യമായി ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രകടിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് B അശോക്. ആ B അശോകനെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുന്നത്. എവിടെയാണ് KSU? എവിടെയാണ് യൂത്ത് കോൺഗ്രസ്? എവിടെയാണ് കോൺഗ്രസ്? എവിടെയാണ് മുസ്ലിം ലീഗ്? ഇവരുടെയൊക്കെ പ്രതികരണം എവിടെ പോയി? എനിക്ക് കൗതുകമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ദമുയർത്താത്തത്? മുഖ്യമന്ത്രി ചെയ്തത് തീർച്ചയായും ഗുരുതരമായൊരു പിഴവാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ല ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. നേരിട്ട് വന്ന് ശക്തമായി പ്രതികരിക്കണമായിരുന്നു. ഗവർണറോട് അതൃപ്തി അറിയിക്കണമായിരുന്നു. ഗവർണർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് തെറ്റാണ് എന്ന് സർക്കാർ ഒരു നിലപാട് ഗവർണറെ അറിയിക്കണമായിരുന്നു. 13 വർഷം മുന്നേ ഉമ്മൻചാണ്ടി സസ്പെൻഡ് ചെയ്ത ഒരാളെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ.
ഇത് BJPക്കെതിരെ ശക്തമായി റോഡുകളിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കി, വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മുഴുവൻ RSS വൽക്കരിക്കുകയാണ്, സംഘീയവൽക്കരിക്കുകയാണെന്ന് സമരം നടത്തി. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് എല്ലാം കൂടി ഘോരകൂടം പ്രസംഗിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് മറുപടിയില്ല. ഇവർക്ക് പിന്നെ എന്ത് ധാർമ്മികതയുള്ളത്? ഈ മനക്കപ്പടി സ്കൂളിൽ പോയിട്ട് ഗോവോത്കറുടെ മുന്നിൽ തിരി കത്തിച്ച ആൾക്ക് പിന്നെ ആരോട് മാപ്പ് പറയാനാണ് പറയാൻ പറ്റുക? ആരോടാ പറയാൻ പറ്റുക അതിനകത്ത്? ഇന്ന് സുരേന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? സുരേന്ദ്രൻ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് VD സതീശനാണ് എന്ന് BJPയുടെ മുൻ അധ്യക്ഷൻ എന്ന് പറയുകയാണ്. ആദ്യം പറയേണ്ട ആളാരാ? VD സതീശനാണ്. നിയമസഭയിൽ 3 BJP MLA വന്നു. അതിൽ ചട്ടം ലംഘിച്ച് രണ്ടാമത് സംസാരിക്കാൻ വേണ്ടി BJP MLAക്ക് അനുവാദം കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസിൽ ഇല്ലാതിരുന്നിട്ട് അനുമതി കൊടുത്തു. അപ്പം പ്രതിപക്ഷ നേതാവ് എണീറ്റ് ചോദിക്കുക, ഇത് ചട്ടം ലംഘിച്ചല്ല, ഇത് കൊടുക്കുക. ഇത് എന്റെ പാരമ്പര്യമാണെന്ന് പറഞ്ഞ സ്പീക്കറാണ് അവിടെ ഇരിക്കുന്നത്. ഇത് എന്റെ പാരമ്പര്യമാണ് പോലും എന്ന് പറയാണ് സ്പീക്കർ. എന്നിട്ട് പറയാണ് ഞങ്ങളാണ് കേരളത്തിൽ BJPക്കെതിരെ ശക്തമായി പോരാടുന്നത് എന്ന് പറയാണ്. ഇവിടുന്ന് ചാർട്ടർ ഫ്ലൈറ്റ് എടുത്ത് മംഗലാപുരത്ത് പോയിട്ട് അവിടുത്തെ NDA നേതാവിന്റെ വീട്ടിൽ പോവാണ്. പ്രശ്നമല്ലല്ലോ. ഈ താൽക്കാലിക VCന്റെ ലിസ്റ്റ് കൊടുത്തില്ല. താൽക്കാലിക VCന്റെ ലിസ്റ്റ് കൊടുക്കാതെ മാവൂത്തിനെ താൽക്കാലിക VC ആക്കി. കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയോ? കമാന്നൊരക്ഷരം. 19 സെനറ്റ് അംഗങ്ങളെ, അതായത് സംഘ ബന്ധമുള്ള 19 പേരെ സെനറ്റ് അംഗങ്ങളായിട്ട് ഗവർണർ നിയമിച്ചു. ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയോ? ഈ മിണ്ടാത്ത ആളാണ് വന്നിട്ട് പറയുന്നത് ഏത് VC മാപ്പ് പറയണം എന്നുള്ളത്. ഏത് സർവകലാശാലയുടെ സെനറ്റിലേക്ക് 19 പേരെ നിശ്ചയിച്ചു. കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ ഇവരെന്ത് മറുപടി പറയാനാ? ഇവർക്ക് അതിനകത്ത് എന്ത് യോഗ്യതയുടെ മേലെയുള്ളത്?